Dear students, welcome to Learner's World. In this video, I'm going to talk about major linguists and their concepts, Introduction to Language and Linguistics, FAUGP, Semester 5, BA English Language and Literature, Calicut University. Major linguists and their concepts. പ്രധാന ഭാഷാശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഫെർഡിനാൻഡ് ഡി സുഷൂർ, നോം ചോംസ്കി, എം.എ.കെ. ഹാലിഡേ ഇവരെ കുറിച്ചിട്ടാണ് ഇവരുടെ ഐഡിയാസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഡെവലപ്ഡ് ത്രൂ ദ ഐഡിയാസ് ഓഫ് മെനി ഇമ്പോർട്ടൻറ്റ് ലിംഗ്വിസ്റ്റ്. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പങ്കെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Earlier language was mainly studied from a historical and comparative point of view. അതായത് തുടക്കത്തിലൊക്കെ ഭാഷയെ പ്രധാനമായിട്ടും ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടും അതുപോലെ ഒരു കമ്പാരറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ഒരു താരതമ്യ രീതിയിലും ഒക്കെയാണ് പഠിച്ചിരുന്നത്. Later linguists began to study language as a structured and systematic system. പിന്നീടാണ് ഭാഷയെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡായിട്ട് ഒരു ക്രമത്തിൽ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റത്തിൽ ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. Three major thinkers discussed in this unit are Ferdinand de Saussure, Noam Chomsky, and M.A.K. Halliday. They looked at language from different perspectives, structure, the human mind, and social use. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ഫെർഡിനാൻഡ് ഡി സുഷൂർ, നോം ചോംസ്കി, എം.എ.കെ. ഹാലിഡേ എന്നീ മൂന്ന് പ്രമുഖ ലിംഗ്വിസ്റ്റുകളെ ആശയങ്ങളാണ് പഠിക്കുന്നത്. ഇവർ ഭാഷയെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് സമീപിച്ചു. ഭാഷയുടെ സ്ട്രക്ചർ, ഹ്യൂമൻ മൈൻഡ്, അതുപോലെ സോഷ്യൽ യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. First one is Ferdinand de Saussure and structuralism. Ferdinand de Saussure is considered one of the founders of modern linguistics. He viewed language as a system of science. അപ്പോൾ അദ്ദേഹം ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ഭാഷയെ അദ്ദേഹം സിസ്റ്റം ഓഫ് സയൻസ് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. അതായത് ഭാഷയെ ചിഹ്നങ്ങളുടെ ഒരു സംവിധാനം ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. According to Saussure, language is not simply a collection of individual words. Each word gets its meaning through its relationship with other words in the language system. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കുകളല്ല ഭാഷ എന്ന് പറയുന്നത്. ഒരു വാക്കിൻ്റെ അർത്ഥം ഭാഷയിലെ മറ്റു വാക്കുകളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. Saussure made an important distinction between ലാങ് ആൻഡ് പരോൾ. അദ്ദേഹം ലാങ്, പരോൾ എന്നീ രണ്ട് ആശയങ്ങൾ അവതരിപ്പിച്ചു. ലാങ് മീൻസ് ദ അണ്ടർലൈങ് സിസ്റ്റം ആൻഡ് റൂൾസ് ഓഫ് എ ലാംഗ്വേജ് ഷെയർഡ് ബൈ എ കമ്മ്യൂണിറ്റി. അതായത് ഒരു സമൂഹം സംസാരിക്കുന്ന ഒരു ഭാഷ, അതിൻ്റെ നിയമങ്ങളും അടിസ്ഥാന സംവിധാനങ്ങളും അതിനെയാണ് ലാങ് എന്ന് പറയുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഒരു കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ആ ഒരു ഭാഷയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് ലാങ് എന്ന് പറയുന്നത്. പരോൾ മീൻസ് ദ ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് ബൈ ഇൻഡിവിജ്വൽ സ്പീക്കേഴ്സ്. പരോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഭാഷ അതിൻ്റെ മീനിങ്ങോടുകൂടി സംസാരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത്. അവർ സംസാരിക്കുന്ന അതിനെയാണ് പരോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ബിലോങ് ടു ലാങ് വൈൽ എ പേഴ്സൺസ് ആക്ച്വലി സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ഇസ് പരോൾ. ഉദാഹരണം പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രാമർ, അതിന് കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ വ്യാകരണ നിയമങ്ങളാണ് ലാങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതോ ആ ഒരു ഭാഷ സംസാരിക്കുന്നതോ എഴുതുന്നതോ ഒക്കെ അതിന് പരോൾ എന്നാണ് പറയുന്നത്. Saussure also introduced the idea of the linguistic sign. പിന്നീട് അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രധാന ആശയമാണ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്, ഭാഷാ ചിഹ്നം എന്ന് പറയുന്നത്. എ സൈൻ ഹാസ് ടു പാർട്സ്, ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ്. സൈനിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിഗ്നിഫയറും സിഗ്നിഫൈഡും. The signifier is the sound or form of a word,
while the signified is the idea or concept connected with it. Signifier എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ ശബ്ദമോ രൂപമോ. ഫോർ എക്സാമ്പിൾ ദ വേർഡ് ട്രീ എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ട്രീ, അല്ലെങ്കിൽ ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആ ഒരു ട്രീ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആശയത്തിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അതായത് ട്രീ എന്ന് പറയുന്ന സമയത്ത് ഒരു മെൻ്റൽ ഐഡിയ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്, മരത്തിൻ്റെ ആ ഒരു ആശയം. അനദർ ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻഡഗ്മാറ്റിക് ആൻഡ് പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ്. സൊഷ്യൂറിൻ്റെ പിന്നെ ഉള്ള ആശയമാണ് സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പും പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പും. ഇത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പ് ഷോ ഹൗ വേർഡ്സ് ആർ അറേഞ്ച് ടുഗദർ ഇൻ എ സെൻറ്റൻസ്. അതായത് ഒരു വാക്യത്തിൽ വാക്കുകൾ എങ്ങനെ പരസ്പരം ക്രമീകരിക്കപ്പെടുന്നു എന്നതാണ് സിൻഡഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് ഷോ ഹൗ വൺ വേർഡ് ക്യാൻ റിപ്ലേസ്ഡ് ബൈ അനദർ വേർഡ് ഇൻ സെയിം പൊസിഷൻ. പാരഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വാക്ക് ഉപയോഗിക്കാനുള്ള ബന്ധത്തിനെയാണ് പറയുന്നത്. Social structuralism greatly influenced modern linguistics and other fields such as literary studies, anthropology and culture studies. സൊഷ്യൂറിൻ്റെ സ്ട്രക്ചറലിസം ആധുനിക ഭാഷാശാസ്ത്രത്തിലും സാഹിത്യ പഠനത്തിലും ആന്ത്രപ്പോളജി നരവംശാസ്ത്രം, സാംസ്കാരിക പഠനം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അടുത്തുള്ള നോം ചോംസ്കിയാണ്. നോം ചോംസ്കി ആൻഡ് ജനറേറ്റീവ് ഗ്രാമർ. നോം ചോംസ്കി ഇൻട്രൊഡ്യൂസ്ഡ് എ മെൻ്റൽ ആൻഡ് കോഗ്നേറ്റീവ് അപ്രോച്ച് ടു ലാംഗ്വേജ്. നോം ചോംസ്കി ഭാഷയെ ഒരു മെൻ്റൽ ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ചാണ് കാണുന്നത്. അതായത് മനസ്സിൻ്റെയും ബൗദ്ധിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആർഗ്യൂഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് നോട്ട് സിംപ്ലി സംതിങ് പീപ്പിൾ ലേൺ ബൈ കോപ്പിങ് അതേഴ്സ്. അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരെ അനുകരിച്ചു കൊണ്ട് മാത്രം മനുഷ്യർ ഭാഷ പഠിക്കുന്നില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് ഹാവ് എ നാച്ചുറൽ എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് സ്വാഭാവികമായി തന്നെ ഒരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട്, ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചോംസ്കി ഡെവലപ്ഡ് ദ തിയറി ഓഫ് ജനറേറ്റീവ് ഗ്രാമർ. According to this theory, speakers have an internal knowledge of grammatical rules that allows them to produce and understand an unlimited number of sentences. ചോംസ്കി ജനറേറ്റീവ് ഗ്രാമർ എന്ന സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. ഈ സിദ്ധാന്തം അനുസരിച്ച് സംസാരിക്കുന്നവർക്ക് ഭാഷയുടെ വ്യാകരണ നിയമങ്ങളെ കുറിച്ചിട്ട് ഒരു ഇൻറ്റേർണൽ നോളജ്, ഒരു ആന്തരികമായിട്ടുള്ള അറിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അറിവിൻ്റെ സഹായത്തോടെ അവർക്ക് അനന്തമായ എണ്ണം വാക്യങ്ങൾ നിർമ്മിക്കാനും മനസ്സിലാക്കാനും കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വൺ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്രാമർ. ചോംസ്കി ബിലീവ്ഡ് ദാറ്റ് all human languages share certain basic principles because human beings are biologically prepared for language learning. അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് യൂണിവേഴ്സൽ ഗ്രാമർ. എല്ലാ മനുഷ്യഭാഷകളിലും ചില അടിസ്ഥാന തത്വങ്ങൾ പൊതുവായി കാണപ്പെടുന്നുണ്ട് എന്നാണ് ചോംസ്കി അഭിപ്രായപ്പെട്ടത്. മനുഷ്യർക്ക് ജൈവപരമായിട്ട് ഭാഷ പഠിക്കാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. He also introduced the difference between competence and performance. പിന്നീട് ചോംസ്കി കോമ്പിറ്റൻസ് എന്നും പെർഫോമൻസ് എന്നും രണ്ട് ആശയങ്ങൾ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കോമ്പിറ്റൻസ് ഈസ് എ പേഴ്സൺസ് ഇൻറ്റേർണൽ നോളജ് ഓഫ് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഭാഷ, ലാംഗ്വേജിൻ്റെ വ്യാകരണ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇൻറ്റേർണൽ നോളജ്, ആന്തരിക അറിവാണ് കോമ്പിറ്റൻസ്. അതായത് ഒരു ഭാഷയുടെ റൂൾസ് അല്ലെങ്കിൽ ഗ്രാമർ ഒക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആഴത്തിലുള്ള അറിവാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഈസ് ദ ആക്ച്വൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു അറിവുണ്ടല്ലോ, ഒരു മനുഷ്യന് ഭാഷയുടെ വ്യാകരണങ്ങളും അതായത് ഗ്രാമറും അതിൻ്റെ റൂൾസ് നിയമങ്ങളൊക്കെ അറിയുന്ന ആ ഒരു അറിവ്, ആ അറിവ് ഉപയോഗിച്ച് ആ വ്യക്തി യഥാർത്ഥത്തിൽ സംസാരിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്നതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്.
Chomsky also proposed the language acquisition device, which explains the natural human capacity to acquire language. പിന്നീട് ചോംസ്കി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ഭാഷ കൈവരിക്കാനുള്ള കഴിവ് വിശദീകരിക്കുന്ന ഒരു ആശയമാണിത്. His ideas changed linguistics by focusing attention on the mind and mental process involved in language. ചോംസ്കിയുടെ ആശയങ്ങൾ ഭാഷയുടെ പിന്നിലുള്ള മനസ്സിനെയും മാനസിക പ്രക്രിയകളെയൊക്കെ കേന്ദ്രീകരിച്ച് പഠിക്കാൻ ഭാഷാശാസ്ത്രത്തെ സഹായിച്ചു. ഇനി അടുത്ത ആള് M.A.K. ഹാലിഡേ ആൻഡ് ഫങ്ഷണലിസം. M.A.K. ഹാലിഡേ ഡെവലപ്ഡ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് കോൾഡ് സിസ്റ്റമാറ്റിക് ഫങ്ഷണൽ ലിംഗ്വിസ്റ്റിക്സ്. M.A.K. ഹാലിഡേ ലാംഗ്വേജിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ പഠിച്ചു. അദ്ദേഹം വികസിപ്പിച്ച സമീപനമാണ് സിസ്റ്റമാറ്റിക് ഫങ്ഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ വ്യൂഡ് ലാംഗ്വേജ് മെയിൻലി ആസ് എ സോഷ്യൽ ആൻഡ് ഫങ്ഷണൽ റിസോഴ്സ്. അദ്ദേഹം ഭാഷ ഒരു സാമൂഹികവും പ്രവർത്തനപരവുമായിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. According to Halliday, people use language to communicate, express ideas, build relationship and interact with others. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, ഹാലിഡേയുടെ അഭിപ്രായത്തിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും വിവരങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും മനുഷ്യർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ലാംഗ്വേജ് cannot be fully understood without considering the social context. അതായത് സാമൂഹിക സാഹചര്യത്തെ പരിഗണിക്കാതെ ഭാഷയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഹാലിഡേ ഐഡൻറ്റിഫൈഡ് 3 മേജർ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. അദ്ദേഹം 3 മേജർ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഐഡിയേഷണൽ ഫങ്ഷൻ, ഇന്റർപേഴ്സണൽ ഫങ്ഷൻ ആൻഡ് ടെക്സ്റ്റുവൽ ഫങ്ഷൻ. Ideational function, language helps people express ideas, experiences and information about the world. അതായത് ലോകത്തെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ, അനുഭവങ്ങൾ, വിവരങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ ഭാഷ സഹായിക്കുന്നുണ്ട്. ഇന്റർപേഴ്സണൽ ഫങ്ഷൻ, ലാംഗ്വേജ് ഹെൽപ്സ് പീപ്പിൾ എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പ്, എക്സ്പ്രസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. അതായത് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും നമ്മുടെ ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാനും നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും ഭാഷ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റുവൽ ഫങ്ഷനാണ്. ലാംഗ്വേജ് ഹെൽപ്സ് ഓർഗനൈസ് ഐഡിയാസ് ഇൻ മീനിങ്ഫുൾ ആൻഡ് കണക്റ്റഡ് ടെക്സ്റ്റ്. ആശയങ്ങളെ ക്രമീകരിച്ച് അർത്ഥവത്തായതും പരസ്പരം ബന്ധമുള്ളതുമായിട്ടുള്ള ടെക്സ്റ്റുകളായി അവതരിപ്പിക്കാൻ ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നു. Halliday also introduced meta functions which explain how these different functions work together in communication. ഹാലിഡേ ഈ പ്രവർത്തനങ്ങളെ മെറ്റാ ഫങ്ഷൻസ് എന്ന് പേര് വിളിക്കുന്നുണ്ട്. ആശയവിനിമയത്തിൽ ഭാഷയുടെ വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ആശയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് അപ്രോച്ച് ഈസ് യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ പീപ്പിൾ യൂസ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ അപ്രോച്ച്, ഈ സമീപനം വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ ആളുകൾ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വളരെ പ്രയോജനകരമാണെന്ന് ഹാലിഡേ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു ചാപ്റ്ററിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, Saussure, Chomsky and Halliday made major contribution to modern linguistics. Saussure focused on language as a system of science and structures. അപ്പോൾ നമ്മൾ 3 പേരെ കുറിച്ചിട്ടാണ്, 3 ലിംഗ്വിസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അവരുടെ ആശയങ്ങളാണ് നമ്മൾ പഠിച്ചത്. സൊഷ്യൂർ, ചോംസ്കി, ഹാലിഡേ ആധുനിക ഭാഷാശാസ്ത്രത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. സൊഷ്യൂർ ഭാഷയെ സൈനായിട്ട്, അതുപോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് പഠിച്ചത്. ചോംസ്കി ഫോക്കസ്ഡ് ഓൺ ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ദ നാച്ചുറൽ എബിലിറ്റി ടു അക്വയർ ലാംഗ്വേജ്. ചോംസ്കി ഭാഷയുടെ പിന്നിലുള്ള മനുഷ്യ മനസ്സിനെയും ഭാഷ കൈവരിക്കാനുള്ള സ്വാഭാവിക കഴിവിനെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. ഹാലിഡേ ഫോക്കസ്ഡ് ഓൺ ദ സോഷ്യൽ യൂസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഹാലിഡേ ഭാഷയുടെ സാമൂഹിക ഉപയോഗത്തെയും പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ച് ഉള്ള പഠനമായിരുന്നു. ടുഗദർ ദെയർ ഐഡിയ ഷോസ് ദാറ്റ് ലാംഗ്വേജ് ക്യാൻ ബി സ്റ്റഡീഡ് ആസ് എ സ്ട്രക്ചർ, എ മെൻ്റൽ എബിലിറ്റി ആൻഡ് എ മീൻസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവർ 3 ശാസ്ത്രജ്ഞരുടെ ആശയങ്ങളും ഭാഷയെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന, ഒരു മാനസിക കഴിവ്, അതുപോലെ ഒരു സാമൂഹിക ആശയവിനിമയ മാർഗം എന്നീ 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പൊന്നേ.